MK Media Tech Infoയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. വാട്സാപ്പിൻ്റെ പുതിയ ഫീച്ചേഴ്സായ സ്റ്റാറ്റസ് വീഡിയോ, സ്റ്റാറ്റസ് നൽകിയിട്ടുള്ള ഫോട്ടോ ഇത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത്. അതിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിലൂടെ. അതിനു വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഏറ്റവും ഹൈ ഡൗൺലോഡ്സ് കിട്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് സ്റ്റാറ്റസ് ഡൗൺലോഡർ എന്ന് പറയുന്ന. ധാരാളം ആപ്ലിക്കേഷനുകൾ ലഭ്യമാണ്. കൂടുതൽ ഡൗൺലോഡേഴ്സും കൂടുതൽ കമൻസുമുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത്. സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്നതും അതിൻ്റെ ഉപയോഗവും എങ്ങനെയെന്ന് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വിൻഡോ ആണ് ലഭ്യമാവുക. വാട്സാപ്പിൻ്റെ സിമ്പിൾ, ഒരു ഡൗൺലോഡ് സിമ്പിളോട് കൂടിയിട്ടുള്ള ഒരു ഓപ്ഷൻ. അതിൽ 3 ഓപ്ഷൻസാണ് പ്രധാനമായിട്ടും നൽകിയിട്ടുള്ളത്. റീസെൻറ്റ് സ്റ്റോറീസ്, സേവ്ഡ് സ്റ്റോറീസ്, ഹൗ ടു യൂസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് ഒന്ന് പരിചയപ്പെടുത്തുകയാണ് അവർ ചെയ്യുന്നത്. റീസെൻറ്റ് സ്റ്റോറീസ് എന്ന് നൽകിയിട്ടുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സ്റ്റാറ്റസുകൾ ഓരോന്നായിട്ട് ഈ ഭാഗത്ത് കാണിക്കും. അവർ നൽകിയിട്ടുള്ള പ്രൊഫൈൽ പിക്ചർ, ഫോട്ടോ ആണോ വീഡിയോ ആണോ നൽകിയിട്ടുള്ളത് എന്ന് അതിൻ്റെ തൊട്ടടുത്തായി കാണിക്കുന്നുണ്ട്. നമ്മൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ ചെയ്ത് കാണാം. ഏതാണോ ക്ലിക്ക് ചെയ്യുന്നത് അത് ഓപ്പണായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിൽ ഡൗൺലോഡ് സിമ്പൽ ലഭ്യമാണ്. ക്ലിക്ക് ചെയ്യുന്നതിലൂടെ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വീഡിയോ വേണം എന്നുള്ളവർ ആ വീഡിയോ എന്നുള്ളതിൽ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. സ്റ്റാറ്റസ് സേവ്ഡ് എന്ന് കാണിക്കുന്നുണ്ട്. സേവ്ഡ് എന്നുള്ള ഓപ്ഷനിൽ വരികയാണെന്നെങ്കിൽ നമ്മൾ ഏതെല്ലാം വീഡിയോ, ഫോട്ടോ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ അത് ഈ ഭാഗത്ത് കാണുന്നതാണ്. ഇവിടെ നിന്നും ഡയറക്റ്റ് പ്ലേ ചെയ്യിക്കാനും വാട്സാപ്പ് വഴി ഷെയർ ചെയ്യാനും മറ്റു സോഷ്യൽ മീഡിയ ഫോണുകളിലോട്ട് ഷെയർ ചെയ്യാനുമുള്ള ഓപ്ഷൻസും ഈ ഭാഗത്ത് ലഭ്യമാണ്. അതുപോലെ തന്നെ ബാക്കിൽ സേവ്ഡ് സ്റ്റോറീസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ സേവ്ഡ് സ്റ്റോറീസ് എന്നുള്ള ആ ഭാഗം സെപ്പറേറ്റ് നമ്മൾക്ക് ലഭ്യമാണ്. ഈ ഭാഗത്ത് വെച്ചുകൊണ്ട് നമ്മൾക്ക് ഡിലീറ്റ് ചെയ്യാനും ലഭ്യമാണ്. ഈ ഡിലീറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഫോട്ടോ ആണോ വീഡിയോ ആണോ ഡിലീറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഡിലീറ്റ് സിമ്പിൾ ഈ ഭാഗത്ത് വന്നിട്ടുണ്ട്. ഫോട്ടോകൾക്ക് ഡിലീറ്റ് ബട്ടൺ കൊടുത്താൽ ആ ഫോട്ടോ ഡിലീറ്റായി. ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മെയിൻ മെനുവിലേക്ക് തന്നെ എത്തുന്നതാണ്. റീസെൻറ്റ് സ്റ്റോറീസ് എടുത്തു കഴിഞ്ഞാൽ ആ സേവ്ഡ് എന്നുള്ള ഭാഗം ഇവിടെയും ലഭ്യമാണ്. ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.